ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രെയിലർ, അത് ലീക്ക്ഡ് ട്രെയിലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അതേപോലെ. പക്ഷേ ഞാൻ ലീക്ക്ഡ് ട്രെയിലർ കണ്ടിട്ടില്ല. കിടിലൻ ട്രെയിലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ഓർഗാനിക് വെബ്, മ്യൂട്ടേഷൻ ചേഞ്ച്, നിഞ്ചയായിട്ടുള്ള ആക്ഷൻ സീക്വൻസ്, പണിഷർ, വില്ലൻസ് എല്ലാം കിടിലുവാണെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടത് ഹൾക്കിൻ്റെ ട്രാൻസ്ഫോർമേഷനും തണ്ടർ ക്ലാപ്പുമാണ്. വേറെ ലെവല് സാധനം. അതിന് നമ്മുടെ സംവിധായകനായ ഡെസ്റ്റിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഡെസ്റ്റിൻ ഡാനിയൽ ക്രിപ്റ്റോൺ എന്നുള്ള സംവിധായകനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ ഇതിനു മുമ്പേ അയാൾ ചെയ്ത വർക്കെന്ന് പറഞ്ഞാൽ മാർവലിലെ ഷാൻഷി എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് നല്ല വൃത്തി പടം എടുക്കുക അറിയാമെന്നുള്ളൊരു സംവിധായകനാണ്. ഷാൻഷി ഒരു വേറെ ലെവൽ മൂവിയാണ്. സത്യം പറഞ്ഞാൽ കിടില മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയും കൂടിയാണ്. അപ്പം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലറിൽ ഹൾക്കിനെ ഒരു മൊണ്ണായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. എന്താണ് ഹൾക്ക്? സേവേജ് ഹൾക്ക്, ആങ്കർ, ട്രാൻസ്ഫോർമേഷൻ, തണ്ടർ ക്ലാപ്പ്. ഇതൊരൊറ്റ കാരണം അത് ടിക്കറ്റ് എടുക്കാൻ. എന്നെപ്പോലെ ഒരുപാട് ഹൾക്ക് ഫാൻസ്, ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഹൾക്ക് ഫാൻസ് ഉണർന്ന് കാണും. കാരണം അതിൽ നല്ല ചാർജായി. സത്യം പറയല്ലോ, ഒരു ഹൾക്കിനെ കണ്ടിട്ട് എത്ര വർഷമായി. അവസാനമായിട്ട് നല്ല പവർഫുള്ളായിട്ട് കണ്ടത് നമ്മുടെ തോർ റാങ്കോ റാക്കൽ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. അതിനുശേഷം എല്ലാം മൊണ്ണ ഹൾക്ക്, പ്രൊഫസർ ഹൾക്ക് എന്നും പറഞ്ഞ് എന്തിനാണ് ഹൾക്കിനെ വിളിച്ച് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എനിക്കുണ്ട്. എന്നെപ്പോലെ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ച് കാണും. കാരണം ഹൾക്ക് ഇങ്ങനെയല്ല, കോമിക്സിലൊക്കെ OG-യാണ് സത്യം പറഞ്ഞാൽ. അതിന് ഒരു മാറ്റമില്ല. പക്ഷേ ഇവിടെ വന്നപ്പം മൊണ്ണേഷ് കുമാറാക്കി മാറ്റിക്കളഞ്ഞു. എന്ത് ചെയ്യാൻ? ഇതിലെങ്കിലും നല്ല വൃത്തി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലൊരു ഹൾക്കിനെ കിട്ടും. ഹൾക്കിൻ്റെ ഒന്നാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ഹൾക്കിൻ്റെ റൈറ്റ്സ് എല്ലാം ഇരിക്കുന്ന യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ കയ്യിലാണ്. അവർ വല്ലതും വിചാരിച്ചാലും പിന്നെ മാർവലിനോട് വിചാരിച്ചാൽ മാത്രമേ ഹൾക്കിൻ്റെ ഒരു എലോൺ ആയിട്ടുള്ളൊരു മൂവി എടുക്കാൻ പറ്റുള്ളൂ. വേൾഡ് വാർ ഹൾക്കൊക്കെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുമായിരിക്കും ഫ്യൂച്ചറിലൊക്കെ. നല്ല ഇതൊക്കെ യൂണിവേഴ്സിലും മാർവലായിട്ടും നല്ലൊരു ധാരണ എത്തി കഴിഞ്ഞാൽ സിനിമ സൂപ്പറായിട്ട് ഇറങ്ങും. അത് ഇൻക്രെഡിബിൾ ഹൾക്കിനെ പോലെ എടുത്തു വയ്ക്കണം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ട്രെയിലർ കിട്ടില്ല കേട്ടോ ബ്രാൻഡ് ന്യൂ ഡേ. ഒരു രക്ഷയില്ലാത്ത നല്ല സ്പൈഡർമാൻ്റെ സ്ട്രെങ്ത്തൊക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സ്യൂട്ടൊക്കെ വേറെ ലെവലാണ്. പിന്നെ അറിയാമല്ലോ, അവരെ ഫ്രണ്ട്സ് എല്ലാവരും മറന്നിരിക്കണം. അപ്പം ഇമോഷൻസും കാണാനെല്ലാം പറ്റും. സിനിമ കിടിലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച്. താങ്ക്സ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.